കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുന്നു? രസമുണ്ട് കേട്ടോ, എന്തുണ്ടായിരുന്നു കുറച്ചും കൂടെ പറഞ്ഞു. എനിക്കിങ്ങോട്ട് സുഖിച്ചിര. ചേച്ചി കേട്ടതിൽ വെച്ചിട്ട് ചേച്ചിക്ക് ഭയങ്കര വിയോർഡായിട്ട് തോന്നിക്കുന്ന ഒരു ഗോസിപ്പ് ഏതാ? ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല, ഞാൻ അത് ആലോചിച്ച് ഓർത്തിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കേട്ടതുണ്ടെങ്കിൽ പറഞ്ഞത്. എത്രത്തോളം എങ്ങനെയാണ് ഗായത്രി എന്നൊരു പേഴ്സണെ അരുൺ കൊണ്ടുവരുന്നത്? അരുൺ അങ്ങനെ കൊണ്ടു നടക്കുന്നില്ല, പ്രോപ്പർട്ടി ഒന്നും കൊണ്ടു നടക്കാൻ. പരസ്പരത്തിലൊക്കെ ഫസ്റ്റ് ചില സീൻസ് ഒക്കെ മോള് വെച്ച് ആ എപ്പിസോഡൊക്കെ കാണാം. ഞാൻ പറയാം കല്ലു ഓഫ് ചെയ്യൂ എന്ന് പറയും. അതിൻ്റെ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിൽ കുറേ അധികം ട്രോൾസ് വന്നിരുന്നു. ട്രോളിയിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. അത് ഇറ്റ് വാസ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഞാനത് എക്സ്പെക്ട് ചെയ്ത ഒന്ന് തന്നെയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് ആളുകൾ എന്നെ എയറിലാക്കാനാണ്, ഇത് മാറ്റാനായിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചതുമാണ്. സൂപ്പർ നാച്ചുറൽ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അത് ചില എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ഒരു സീരിയൽ ചെയ്തു തുടങ്ങിയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ചേച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തുടക്കം മുതലുണ്ട്. ഞങ്ങൾ തൊഴാൻ നിന്നപ്പോഴത്തേക്കും അവിടുത്തെ 3-4 അടികമാരുണ്ടല്ലോ, അവിടുത്തെ പ്രീസ്റ്റ്, അതിലൊരാൾ എന്നെ അവിടുന്ന് ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എന്നെ പ്രത്യേകം വിളിച്ച്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു സിനിമയാണ്, 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ ക്യാരക്ടറായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ ചെയ്ത് തുടങ്ങി അവിടുന്ന് പകുതിക്ക് വെച്ചൊക്കെ അച്ഛൻ വിളിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. വീഡിയോ സാരി ഞാൻ എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഉണ്ട് സാരി. ഇപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു. വെൽക്കം ബാക്ക് ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു സകലകല വല്ലഭയാണ്. ആർട്ടിസ്റ്റാണ്, ആങ്കറാണ്, വ്ലോഗറാണ്, റൈറ്ററാണ്, ഓൺട്രപ്രണറാണ്. ഇതിങ്ങനെ നീണ്ടുപോകും ഈ ഒരു ലിസ്റ്റ്. വേറെ ആരുമല്ല, ഗായത്രി അരുൺ. ചേച്ചി വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എങ്ങനെ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ എങ്ങനെ സാധിക്കുന്നു? രസമുണ്ട് കേട്ടോ, എന്തുണ്ടായിരുന്നു കുറച്ചും കൂടെ പറഞ്ഞു. എനിക്കിങ്ങോട്ട് സുഖിച്ചിര. ഓക്കെ, ഇതെങ്ങനെ സാധിക്കുന്നു ഇതെല്ലാം കൂടി ഒരു ഡേ മാനേജ് ചെയ്ത് പോകാനായിട്ട്? അത് വലിയ പാടൊന്നുമില്ല. എല്ലാം എപ്പോഴും ഒരുമിച്ച് ചെയ്യുന്നില്ലല്ലോ, പലപ്പോഴായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. പിന്നെ വേറെ ഇന്റർവ്യൂവിൽ ഇതുപോലെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു 24 മണിക്കൂറില്ലേ നമുക്ക് സമയം. എന്നാലും കുറേ സമയം വെറുതെ റീൽസ് കണ്ടു പോകുന്നുണ്ട്. അപ്പം ആ സമയം കൂടെ എന്തെങ്കിലും എൻഗേജ്ഡ് ആവണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പം വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കിട്ടാറുണ്ടോ? പിന്നെ ഉണ്ട്. പരസ്പരം സീരിയൽ ചേച്ചിയുടെ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു. ചേച്ചിയുടെ കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരു ഇത്. അപ്പൊ അതില് അത്രയും എപ്പിസോഡ്സ് പോയി. പക്ഷെ അതിന്റെ ഒരു ക്ലൈമാക്സ് എപ്പിസോഡിൽ കുറെ അധികം ട്രോൾസ് വന്നിരുന്നു. അപ്പൊ ചേച്ചിക്ക് ആ സമയത്ത് സൈബർ ബുള്ളിങ് ഉണ്ടായിരുന്നോ? സൈബർ ബുള്ളിങ് ഒന്നും വന്നിട്ടില്ല. ആ സമയത്ത് ആളുകൾ ട്രോളിയിട്ടുണ്ട് ആ ക്യാരക്ടറിനെ. അത് ഇറ്റ് വാസ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു. ഞാൻ പ്രെഡിക്റ്റബിൾ ആയിരുന്നു. എനിക്ക് ഞാനത് എക്സ്പെക്ട് ചെയ്ത ഒന്ന് തന്നെയാണ്. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീൻ ചെയ്യുമ്പോഴേ ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ആളുകൾ എന്നെ എയറിലാക്കാനാണ് നിങ്ങൾ ഈ സീൻ ചെയ്യുന്നത്. അത് മാറ്റാനായിട്ട് ഒരുപാട് ഞാൻ ശ്രമിച്ചതുമാണ്. കാരണം ഇത് പലപ്പോഴും ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഒരു ക്ലൈമാക്സ് എടുത്തതെന്നുള്ളത്. അത് ഹിന്ദി സീരിയലിന്റെ മലയാളം റീമേക്ക് ആയിരുന്നു. ഹിന്ദിയിൽ അതുപോലെ തന്നെയാണ്, ഇതേ ക്ലൈമാക്സ് ആയിരുന്നു. അപ്പൊ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ മേ ബി ഹിന്ദി ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്തേക്കാം, മലയാളി ഓഡിയൻസ് അത് ചെയ്യും തോന്നുന്നില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ആർട്ടിസ്റ്റുകൾ എല്ലാവരും അതിന് എഗൻസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ്ലി ആ ടീമിന്റെ ഒരു ഡിസിഷൻ ആയിരുന്നു, പ്രൊഡ്യൂസറിന്റെ ചെയ്യണമെന്നുള്ളത്. നമ്മളതിനകത്ത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതിനകത്ത് ഒരുപാട് ഇൻവോൾവ് ചെയ്തത് മാറ്റാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സൈബർ ബുള്ളിങ് അല്ല ചോദിച്ചത്. അങ്ങനെയുള്ള ഇഷ്യൂസ്, ഈ ട്രോൾസ് ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ സൈബർ ബുള്ളിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതൊരു തമാശയായിട്ടാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. സൈബർ ബുള്ളിങ്ങിനേക്കാളും ഉപരി എന്താ പറയാ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇത് ട്രോള് വരുമെന്ന് അറിയാവുന്നുണ്ടായിരുന്നു. അതെ, ഞാനത് പല ട്രോൾസും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ പേജിലൂടെയൊക്കെ. ആ സമയത്ത് ഞാനതിനെ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. പരസ്പരം ടീമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉള്ളവരുണ്ട്? പിന്നെ തീർച്ചയായിട്ടും ഉണ്ട്. അതിന്റെ ഡയറക്ടറാണ് ഇപ്പം അമ്മേ മൂകാംബികയുടെ ഡയറക്ടർ. ഓക്കെ, അപ്പൊ പറഞ്ഞു നമ്മുടെ അമ്മേ മൂകാംബിക ഇപ്പൊ എപ്പിസോഡ്സ് എല്ലാ ദിവസവും റണ്ണിങ് ആണ്. എങ്ങനെ എത്തിപ്പെട്ടു ആ ഒരു അതായത് ഇപ്പം കളങ്കാവല് ഇറങ്ങി നിൽക്കുമ്പോൾ വീണ്ടും മിനി സ്ക്രീനിലേക്ക് ഇത് സിനിമയും സീരിയലും ഒരേപോലെ തന്നെ കൊണ്ടുപോകാനാണോ നോക്കുന്നത്? അങ്ങനെയുള്ള പ്ലാൻസ് ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചതാണ്. അതായത് കളങ്കാവിൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് അമ്മേ മൂകാംബികയിൽ നിന്ന് ഓഫർ വരുന്നത്. എനിക്ക് അതിനു മുമ്പും
ഓഫേഴ്സ് വന്നിട്ടുണ്ട് പല മെയിൻ ക്യാരക്ടേഴ്സായിട്ടും. ഇതിനിടയ്ക്ക് ഒരു ഇന്ദിര ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അതിന് മുമ്പ് ആദ്യത്തെ സീരിയലാണ്. ഇന്ദിര കഴിഞ്ഞിട്ടാണ് പരസ്പരം വരുന്നത്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ വന്നതെല്ലാം ക്യാരക്ടേഴ്സ്, മെയിൻ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, ഗസ്റ്റ് റോളിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ തോന്നിയിട്ടില്ല. കളങ്കാവിൽ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ പ്രോജക്റ്റ് വരുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ മൂകാംബികയിൽ എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്തത്. പിന്നെ അങ്ങനെ ഇത് ചെയ്തതുകൊണ്ട് സിനിമ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സിനിമ മാത്രം ചെയ്യാം, അങ്ങനെയുള്ള പ്ലാൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഏതാണോ ശരി തോന്നുന്നത് അത് ചെയ്യാന്നുള്ളത് തന്നെയാണ്. ഓക്കെ. നമുക്ക് എന്താ പറയാ, ചില സിനിമകളൊക്കെ ചെയ്യുമ്പോൾ, ചില സൂപ്പർ നാച്ചുറൽ സിനിമകളൊക്കെ ചെയ്യുമ്പോൾ അതിലുള്ള ആർട്ടിസ്റ്റുകൾ വരാറുണ്ടല്ലോ, ചില എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ഈ ഒരു സീരിയൽ ചെയ്തു തുടങ്ങിയപ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു ദൈവികമായിട്ടുള്ള എന്തെങ്കിലും ചേച്ചിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? തുടക്കം മുതലുണ്ട്. അതായത് അവിടെ എത്തിപ്പെട്ടപ്പോൾ മുതൽ, ആദ്യത്തെ അവിടെ പ്രാർത്ഥിക്കാനകത്ത് കയറിയപ്പോൾ മുതലുള്ള ഓരോരോ അനുഭവങ്ങളുണ്ട്. അത് ആദ്യം ചെന്ന് ഞാൻ നോർമൽ ക്രൗഡിൻ്റെ കൂടെ തന്നെ, അതായത് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തലേ ദിവസം എത്തിയായിരുന്നു. അപ്പോൾ അന്ന് തന്നെ ഞാനും ഹസ്ബൻഡും ആദ്യം പോയത്. ഞങ്ങൾ തൊഴാൻ നിന്നപ്പോഴത്തേക്കും ആ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ പ്രത്യേകിച്ച്, ഇപ്പം ഞാൻ ഇങ്ങനെ ആദ്യം നെക്സ്റ്റ് ഡേ ദേവിയായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം പറയേണ്ടതും പെർമിഷൻ എടുക്കേണ്ടതും ദേവിയുടെ അടുത്ത് തന്നെയാണ്. അപ്പം അങ്ങനെ ചെന്നതാ. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് അവിടുത്തെ 3-4 അടികന്മാരുണ്ടല്ലോ, അവിടുത്തെ പ്രീസ്റ്റ്, അതിലൊരാൾ എന്നെ അവിടുന്ന് ഈ ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് എന്നെ പ്രത്യേകം വിളിച്ച് അവിടുത്തെ ആ മണ്ഡപത്തിൽ കയറ്റി കുറേ നേരം തൊഴുത്. ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പൂജയോ ഒരു വഴിപാടോ ഒന്നും ചെയ്യാതെ നേരെ ദേവിയുടെ അടുത്തേക്ക് ചെന്നതാണ്. പക്ഷെ എന്നിട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ തന്നെ ചൂസ് ചെയ്ത് കൊണ്ടുപോയി മാറ്റി നിർത്തി ദേവിയുടെ മുമ്പിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ടായി. അപ്പോൾ അന്ന് മുതൽ, അതിനുശേഷം ഷൂട്ട് തുടങ്ങിയ ആ ഫസ്റ്റ് സ്കെഡ്യൂൾ മുതൽ നമ്മളെ അറിയാത്ത ആൾക്കാർ, നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിലും മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് കർണാടക, തമിഴ്നാട്, ഇവരൊക്കെ നമ്മളെ വന്നിട്ട് അപ്രോച്ച് ചെയ്യുക, ഫോട്ടോ എടുക്കാനും ദേവിയെ പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. അവിടെ ആ സ്ഥലത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ കുറേ അനുഭവങ്ങളുണ്ട്. അങ്ങനെ കാണാൻ ഭയങ്കര രസത്തിനകത്ത് അത് ഇട്ട് വന്നപ്പോൾ, അതായത് ആ ഡ്രസ്സിൽ ഫുൾ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ മിററിൽ നോക്കിയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്തായിരുന്നു? അയ്യോ, എനിക്ക് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നു ചേരും, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് എന്നെ ആൾക്കാർ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യോ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ ഫീച്ചേഴ്സ് ഒന്നും നല്ലതല്ല. ഒരു ദേവി ആവാനായിട്ടുള്ള, ദേവിയുടെ നമ്മൾ കാണുന്ന പിക്ചേഴ്സിലൊക്കെ കാണുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്മൾ അങ്ങനത്തെ ഫിഗറാണ് നമ്മൾ ദേവി എന്ന് പറയുമ്പോൾ കാണുന്നത്, ഒരു ഗോഡസ് എന്ന് പറയുമ്പോൾ. അപ്പം മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കരമായി ഇഷ്ടമായി. അതായത് എനിക്ക് തന്നെ ഭയങ്കരമായ സന്തോഷവും ഒരു എനർജിയും ഒക്കെ ഫീൽ ചെയ്യുമായിരുന്നു. ഇപ്പം സീരിയലിൽ നിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ചേച്ചീനെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഗായത്രി എന്നതിലും ദീപ്തി എന്നുള്ള പേരിലാണല്ലോ എല്ലാവരും. കാരണം അത്രയും എപ്പിസോഡ്സ്, അത്രയും ഇയർ ചേച്ചീനെ ഡെയിലി ഈ മിനി സ്ക്രീൻ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരു സിനിമയിലേക്ക് ആ വേറൊരു കഥാപാത്രമായിട്ട് വരുമ്പം അങ്ങനെ ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഞാൻ പരസ്പരം ഓൾമോസ്റ്റ് തീരാറായപ്പോഴാണ് 1 ചെയ്തത്. അപ്പോൾ 1ലെ ക്യാരക്ടർ ഒരുപാട് പേര് അപ്രീഷിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ് 1ലെ ക്യാരക്ടർ. അങ്ങനൊരു എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ഈവൻ എന്നാലും എൻ്റെ അളിയെ ചെയ്തപ്പോഴാണെങ്കിലും അത് OTTയിലും ഇപ്പോഴും ചാനലിലൊക്കെ വരുമ്പം ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയാറുണ്ട്. പക്ഷെ എന്നാലും ഇടയ്ക്ക് ഒരു ദീപ്തി IPS എന്നുള്ള ഒരു കമന്റ് അവിടെ അതിന്റെ അടിയിൽ ഉണ്ടാവും എന്നേ ഉള്ളൂ. വീഡിയോ എടുത്താലും ഉണ്ട് അതിന്റെ അടിയിൽ. ഇവൻ കണങ്കാവലിന്റെ എല്ലാ ഇതിന്റെ അടിയിലും പോസ്റ്റിന്റെ അടിയിലും ഒക്കെ കാണാറ് നമ്മുടെ ദീപ്തി ചേച്ചി. എത്രത്തോളം എങ്ങനെയാണ് ഗായത്രി എന്നൊരു പേഴ്സണെ അരുൺ കൊണ്ടു നടക്കുന്നത്? അരുൺ അങ്ങനെ കൊണ്ടു നടക്കുന്നൊന്നുമില്ല. ഞാൻ പ്രോപ്പർട്ടി ഒന്നും കൊണ്ടു നടക്കാൻ. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എന്താ പറയുക റെസ്പെക്റ്റ് ചെയ്തും അവരവരുടെ സ്പേസും റെസ്പെക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അരുണിൻ്റെതായ ഇഷ്ടങ്ങളും ലൈഫും ടൈമും ഒക്കെ വേണ്ട ഒരാളാണ്. ഞാനും അതുപോലെ തന്നെ. അപ്പം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ വളരെയധികം കോംപ്ലിമെൻ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്ത് ജീവിക്കുന്ന 2 ആൾക്കാരാണ്. ആരും ആരെ എടുത്തോണ്ട് നടക്കാറില്ല. ഓക്കെ. അപ്പം ഇപ്പൊ ചേച്ചിയുടെ ലൈഫിലേക്ക് വരുവാണ്, ചേച്ചിക്ക് എന്തെങ്കിലും ഒരു അനുഭവം, ആരെങ്കിലും വിശ്വസിച്ച് പണി കിട്ടിയ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ പോലെ ഉണ്ട്? ലാസ്റ്റ് ഒരു ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു, എൻ്റെ ഒരു യങ് വേർഷനെ നമ്മൾ കാണുകയാണ്. എൻ്റെ ഒരു 18 വയസ്സുള്ള ഒരു ഗായത്രിയെ
ഇപ്പോഴത്തെ ഏജിലെ ഞാൻ കാണുകയാണ്. ഓക്കെ. എന്തായിരിക്കും കൊടുക്കാനുള്ള അഡ്വൈസ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആൻസർ ഇത് തന്നെയാണ്. അതായത് ഞാൻ അന്നത്തെ ആ ഏജിൽ എനിക്ക് വേറെ ഒന്നിലും എനിക്ക് ചേഞ്ച് വേണമെന്നില്ല. കാരണം ഞാൻ അന്നും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ അന്നും ബോൾഡായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ആരെന്നോട് സ്നേഹം കാണിച്ചാലും ഞാനത് വിശ്വസിക്കുമായിരുന്നു. വളരെയധികം ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടുതലും പണി കിട്ടുന്നത് നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ. അപ്പോൾ അങ്ങനെ അന്ന് ആൾക്കാരെ വളരെ എന്താ പറയുക, നമ്മൾ വിശ്വസിച്ച് പോകുമായിരുന്നു പെട്ടെന്ന്. അപ്പോൾ അത് ആണ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുക്കണമെങ്കിൽ ഇപ്പം എൻ്റെ മോളോട് ഞാൻ പറയുന്നൊരു കാര്യം അതാണ്. പെട്ടെന്ന് ആൾക്കാരെ അങ്ങനെ പെട്ടെന്ന് കയറി ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ജഡ്ജ്മെൻറ്റലാവണം എന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ ഇപ്പോൾ പോകെ നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ച് നമ്മുടെ സർക്കിൾ ചെറുതാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മുടെ ക്ലോസ് സർക്കിൾ വളരെയധികം ചെറുതായി വരും. കാരണം അതിങ്ങനെ ഫിൽട്ടർ ചെയ്ത് പോവും. അപ്പം അതാണ് എനിക്ക് ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നല്ലതാണ്. കാരണം നമ്മൾ വളരെ സ്ട്രോങ് ആവും, നമ്മൾ ലേൺ ചെയ്യും. ആൾക്കാരെ കുറേ കാര്യങ്ങൾ നമ്മൾ ലൈഫിൽ പഠിക്കും. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക, വീഴ്ചയിൽ നിന്നാണല്ലോ പഠിക്കുന്നത്. ചേച്ചി എങ്ങനെ ഈ ആക്ടിങ്ങിലേക്ക് എത്തിയത് എങ്ങനെയാ? ചെറുപ്പം തൊട്ട് ആഗ്രഹമുണ്ടോ? ഭയങ്കര പിന്നെ വളരെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമാണ് ആക്ട്രസ് ആവണം എന്നുള്ളത്. അതിനുവേണ്ടി അങ്ങനെ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ല. മനസ്സിലങ്ങനെ ഞാൻ വർക്ക് ചെയ്യായിരുന്നു, മാതൃഭൂമിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടെ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഇതല്ല വേണ്ട, എനിക്ക് എൻ്റെ വേറെ എന്തെങ്കിലും, എനിക്ക് ആ സമയത്ത് ഡബ്ബിങ് നോക്കിയാലോ അല്ലെങ്കിൽ ഫിലിംസിൽ ആഡ് ഫിലിംസ് ചെയ്താലോ. എൻ്റെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് അഭിനയമാണ്. പക്ഷെ അത് നമുക്ക് അങ്ങനെ അതിനുവേണ്ടി ഒന്നും ശ്രമിക്കുന്നൊന്നുമില്ല. അപ്പം അത് കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഇല്ല എന്ന് തോന്നിയതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. വേറെ എന്തെങ്കിലും ഒരു മേഖല പിടിച്ചാലോ ഇതുമായിട്ട് റിലേറ്റഡ് ആയ അങ്ങനെ നോക്കി ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫസ്റ്റ് ഇന്ദിരയിലേക്ക് ഓഫർ വരുന്നത്. അതെനിക്ക് തോന്നുന്നു ഒരു നടിക്ക് പകരം ആയിരുന്നു റീപ്ലേസ് ചെയ്തു. അതെ. അതിനകത്തൊരു മെയിൻ ഹീറോയിൻ അവർ ഡെലിവറി അതിനു വേണ്ടി പോയ സമയത്താണ് ആ ക്യാരക്ടറിലേക്ക് വരുന്നത്. ഓക്കെ. ശരിക്കും അന്നൊക്കെ പേരൻസ് എങ്ങനെയായിരുന്നു? കാരണം ആക്ടിങ് എന്ന് പറയുമ്പം ഇപ്പോഴും സ്റ്റിൽ മിക്ക വീടുകളിലും ആക്ടിങ്ങിലേക്കൊക്കെ പോകുക എന്ന് പറയുമ്പം അത് വേണ്ട, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ജോബ് അത് മതി എന്നുള്ള രീതിയിൽ സപ്പോർട്ട് ചെയ്യാതെ നിൽക്കുന്ന മിക്ക ഫാമിലീസും ഉണ്ട്. ചേച്ചിയുടെ എങ്ങനെയായിരുന്നു? ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ എൻ്റെ ഫാദർ കുറച്ച് അങ്ങനെ, കാരണം ക്ലാസ്സസ് കളഞ്ഞിട്ട് അങ്ങനെ പോകണ്ട. കാരണം എന്നോട് എല്ലാവരും ചോദിക്കും മിനി സ്ക്രീനിൽ നിന്ന് ബിഗ് സ്ക്രീൻ. ആക്ച്വലി അങ്ങനെയല്ല, ഞാൻ ആദ്യം ചെയ്തത് ബിഗ് സ്ക്രീനിലാണ്. ഞാൻ ഫസ്റ്റ് എൻ്റെ ക്യാമറയിൽ ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് ട്രോളൊക്കെ വരുന്നുണ്ട്. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു സിനിമയാണ്, ഒന്നല്ല 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചെറിയ ക്യാരക്ടറായിരുന്നു. അതിൽ ഒരു ക്യാരക്ടർ ചെയ്ത് തുടങ്ങി അവിടെ നിന്ന് പകുതിക്ക് വെച്ചൊക്കെ അച്ഛൻ വിളിച്ചുകൊണ്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അന്നൊക്കെ കുറച്ച് നമ്മളെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും എന്നെ ഓഡിഷൻസിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അച്ഛനും അമ്മയൊക്കെ. പക്ഷെ പിന്നീട് ഇപ്പം ഇന്ദിരയിലേക്ക് ഓഫർ വന്നപ്പോൾ പേരൻസ് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. കുറച്ചൊന്ന് ഇത് പറഞ്ഞത് അരുണാണ്, അത് വേറൊന്നുമല്ല. എൻ്റെ ജോലി അന്ന് നമ്മൾ ഫാമിലി ലൈഫ് ഇങ്ങനെ തുടങ്ങുന്നേ ഉള്ളൂ, മോള് ചെറുതാണ്. അപ്പം ജോലിയെ ബാധിക്കരുത്, അങ്ങനെ അതൊരു കൺസേൺ ഉണ്ടായിരുന്നു. ജോലി പിന്നെ ജോബ്. പക്ഷെ എനിക്ക് ലക്കിലി ഞാൻ പരസ്പരം തുടങ്ങിയ സമയത്ത് എനിക്ക് ലീവ് തന്നു. ഫസ്റ്റ് എനിക്ക് ലോങ് ലീവ് തന്നു, ഒരു 2-2.5 വർഷം എനിക്ക് ലീവ് തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുന്നത്. മാതൃഭൂമിയിൽ എന്തായിട്ടായിരുന്നു? മാതൃഭൂമി ഞാൻ FM-ലായിരുന്നു ആദ്യം. അവിടെ നിന്ന് മാതൃഭൂമിയിൽ അഡ്വർടൈസ്മെന്റിലേക്ക് മാറി. ഇപ്പൊ ചേച്ചിന്റെ ഒരു നടി എന്ന നിലയിൽ ഒരുപാട് ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ചേച്ചി കേട്ടതിൽ വെച്ചിട്ട് ചേച്ചിക്ക് ഭയങ്കര വിയേർഡായിട്ട് തോന്നിക്കുന്ന ഒരു ഗോസിപ്പ് ഏതാ? ഞാൻ അങ്ങനെ ഒന്നും കേട്ടിട്ടില്ല. ഞാൻ അത് ആലോചിച്ചേ ഇല്ല. എന്റെ ചെവിയിൽ ആക്ട്രസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കേൾക്കേണ്ടതാണല്ലോ. ഇല്ല അല്ലേ? ഓർമ്മയില്ല. ഓക്കെ, എന്നാ വിട്ടേക്ക്. ഓർത്തിട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കേട്ടതുണ്ടെങ്കിൽ പറഞ്ഞത് ഞാൻ പറയാം. ഓക്കെ. ചേച്ചിക്ക് ഒരു ദിവസം വേറൊരു നടിയായിട്ട് മാറാൻ കിട്ടിയാൽ ഏത് നടിയായിട്ട് ഒരു ദിവസം ജീവിക്കാൻ ആഗ്രഹിക്കും? ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉണ്ടാവും. ഇപ്പം മഞ്ജു ചേച്ചി, ഉർവശി ചേച്ചി, അവരൊക്കെ ചെയ്ത ആസ് ആൻ ആർട്ടിസ്റ്റ് അവർ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് മാറാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ 2 ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യാം. കുറേ ഏരിയാസിൽ പയറ്റിയല്ലോ. ഈ ഒരു സംവിധായികയാവുകയാണെങ്കിൽ ചേച്ചിയുടെ ആദ്യ സിനിമയിലെ നായകൻ ആരായിരിക്കും?
ഞാൻ സംവിധായികയാവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് ഞാനൊരു സ്ക്രിപ്റ്റിന്റെ പുറകെയാണ്. അത് എഴുതി തീർക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്ത് ഹീറോയെ പറ്റിയിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അതിൽ സ്റ്റോറിയാണ് ആക്ച്വലി അതിൻ്റെ ഹീറോ. ഒരു ടൈം ലൂപ്പ് ഒക്കെ ഉള്ള ഒരു അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. ഒരു സയൻസ് ഫിക്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് കാസ്റ്റിംഗ് ഒന്നും വിചാരിച്ചിട്ടില്ല, പ്ലാൻ ചെയ്തിട്ടില്ല. ചേച്ചി ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് ഇതൊന്നുകൂടി നന്നായിട്ട് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയ ഒരു ക്യാരക്ടർ? അങ്ങനെ ഒരുപാട് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എല്ലാം നോക്കുമ്പോൾ എനിക്ക് എല്ലാം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ചമ്മൽ തോന്നും. ഈവൻ പരസ്പരത്തിലൊക്കെ ഫസ്റ്റ് ചില സീൻസൊക്കെ മോള് വെച്ച് ആ എപ്പിസോഡൊക്കെ കാണും. ഞാൻ പറയാം കല്ലോ ഓഫ് ചെയ്യല്ലോ എന്ന് പറയും. അപ്പൊ അത് ക്രിഞ്ച് തോന്നും. അതെ, അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന എല്ലാം ഇപ്പൊ ഈ കളങ്കാവൽ കണ്ടിട്ട് പോലും നമുക്ക് തോന്നും അയ്യോ അത് കുറച്ചുകൂടെ നന്നാക്കായിരുന്നു, ഈ സിറ്റുവേഷൻ കുറച്ചുകൂടെ ഇൻവോൾവ് ആയിട്ട് ചെയ്യായിരുന്നു, അങ്ങനെ തോന്നും. അതില് ഈ ചമ്മല് തോന്നുന്നത് തുടക്കകാലത്ത് ചെയ്ത ഇതൊക്കെ കാണുമ്പോൾ തോന്നും. ചേച്ചിക്ക് ഇനിയിപ്പോൾ ലൈഫിൽ ഇനിയിപ്പോൾ ഫിലിമിൽ ഒരു ക്യാരക്ടർ, എനിക്ക് ഇന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? എനിക്കൊരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്രോജക്റ്റിൻ്റെ ഭാഗമാവണമെന്നുണ്ട്. അതായത് ഞാൻ എപ്പോഴും ഈ സിനിമ ഇറങ്ങി കുറേ നാൾ കഴിഞ്ഞ് എൻ്റെ മേക്കിംഗ് വീഡിയോസ് വരില്ലേ. ഫോർ എക്സാമ്പിൾ ലഗാൻ്റെ ഒരു ഡോക്യുമെൻ്ററി ഉണ്ട്, നെറ്റ്ഫ്ലിക്സിലാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ബൈസൺ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ധ്രുവ് വിക്രം ഒരു 1.5 years ആ സ്ഥലത്ത് പോയി താമസിച്ച് അതിൻ്റെ ഒരു വർക്ക്ഷോപ്പ് അവർ ഇപ്പം ബാഹുബലിക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വർക്ക്ഷോപ്പ് പോലെയൊക്കെ കണ്ടക്ട് ചെയ്ത് ആ സിനിമയുടെ ആ ക്യാരക്ടറായിട്ട് കുറേ നാൾ അവർ ജീവിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രോജക്റ്റിൽ ഭാഗമാണെന്ന് വലിയൊരു ആഗ്രഹമാണ്. ഭയങ്കര എഫേർട്ട് എടുത്തിട്ട് ആ ടീമുമായിട്ട് വളരെ ഇൻവോൾവ് ആയി ആ സ്ഥലവും ആ ക്യാരക്ടറുമായിട്ട് കുറേ നാൾ ആ ക്യാരക്ടറായിട്ട് ജീവിച്ച് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. ആക്ടിങ് ഓർ റൈറ്റിംഗ്? ബോത്ത്. എന്താ റൈറ്റിംഗ് അങ്ങനെ എപ്പോഴും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, അത്ര എളുപ്പമല്ല. മറ്റേതാണ് കുറച്ചുകൂടെ എളുപ്പം. ദീപ്തി IPS ഓർ സീന? അയ്യോ, ദീപ്തി IPS മറന്നിട്ട് ഒന്നുമില്ല. ബോത്ത്, രണ്ട് രീതിയിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയ 2 ക്യാരക്ടേഴ്സാണ്. ഓക്കെ. സാരീസ് ഓർ ജീൻസ്? ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? കംഫർട്ടബിൾ വെസ്റ്റേൺ. പറയാമൊന്നും, മറ്റേ സാരിയുടേത് ഫസ്റ്റ് ഒക്കെ ഇട്ട വീഡിയോ സാരി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാൻ എൻക്വയറി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? ഉണ്ട് സാരി. ഇപ്പം ഇവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അവൈലബിൾ ആണ്. ഓക്കെ. ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് അരുൺ? അരുൺ വളരെ പോസിറ്റീവാണ്. അങ്ങനെ ആരെയും പറ്റി കുറ്റം പറയുന്നത് കേൾക്കാൻ പറ്റില്ല അരുൺ. അല്ല, നമ്മളിപ്പോൾ ആരെങ്കിലും പറ്റി അങ്ങനെ പറഞ്ഞാൽ പോലും അരുൺ നമ്മളോട് പറയും എന്തിനാ അങ്ങനെ പറയുന്നതെന്ന് ചോദിക്കും. ഞാൻ മോളോട് എപ്പോഴും പറയും അച്ഛയുടെ ആ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയാന്ന് പറയാറുണ്ട്. ഭയങ്കര പോസിറ്റീവാണ്. അങ്ങനെ ആരെയും പറ്റിയും നെഗറ്റീവ് പറയുന്ന അരുൺ ഇഷ്ടമല്ല. 5 വർഷത്തിന് ശേഷം ഗായത്രി അരുൺ എന്തായിരിക്കണം എന്നാണ് ഒരു എയിം? അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം നല്ല രീതിയിലാണ് എപ്പോഴും എനിക്ക് ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്തതിനേക്കാളും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതിനേക്കാളും നല്ല രീതിക്കാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം ടു ഡിറക്റ്റ് എ മൂവി എന്നുള്ളതാണ്. ഒരു നല്ലൊരു പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് സ്വയം അതിന് ഉള്ളൊരു മെച്യൂരിറ്റി ഉണ്ടോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ ഇപ്പോഴും ഇങ്ങനെ കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം മേ ബി ആഫ്റ്റർ 5 years ഞാൻ 1-2 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇത് മറ്റേ പൃഥ്വിരാജിന്റെ ഇന്റർവ്യൂ പോലെ ഇത് വെച്ച് മിക്കവാറും ആൾക്കാർ ട്രോളും. പക്ഷെ ഞാൻ ചെയ്യും. അതൊരു എന്താ പറയാ ഡിറ്റർമിനേഷനാണ്. ഗായത്രി ഒരു ഡയറക്ടർ കൂടിയായിട്ട്, ഞാൻ ആദ്യം ഇൻട്രോ പറഞ്ഞ മാതിരി ഒരു ഡയറക്ടർ കൂടിയായിട്ട് ഇനി അറിയപ്പെട്ടിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ഡയറക്ടറായിട്ട് ഇന്റർവ്യൂ ചെയ്യാം. ഓക്കെ കാജൽ, താങ്ക് യു സോ മച്ച്.